Hello everyone, welcome back to Sandhya's Kitchen World. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി കോളിഫ്ലവർ മസാല കറി. ഇത് നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ്, എളുപ്പമാണ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം കോളിഫ്ലവർ ചൂടുള്ള വെള്ളത്തിലിട്ടിട്ട് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. കെമിക്കലോ പുഴുക്കളോ ഉണ്ടെങ്കിൽ അത് പൊക്കോളും. അതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് വെള്ളം, ഉപ്പ്, മഞ്ഞളും ഇട്ട് കൊടുത്തു. അതൊന്ന് നന്നായി തിളക്കട്ടെ. അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കണം. 350 ഗ്രാം കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. അത് 2-3 മിനിറ്റ് നന്നായി തിളപ്പിച്ചിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഒരു പാൻ എടുത്ത് വെച്ചു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, 1/2 ടേബിൾ സ്പൂൺ കടുക്, ഒരു സവാള ചെറുതായി അരിഞ്ഞത്, 5-6 പച്ചമുളക്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് വഴറ്റി കൊടുക്കണം. മസാലയുടെ പച്ചമണം മാറി കിട്ടണം. ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കണം. 3 ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. അതിലേക്ക് 1/2 കപ്പ് പീനട്ട് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഗ്രേവി വേണം തോന്നുകയാണെങ്കിൽ 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അത് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. അത് കോളിഫ്ലവർ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് 2 മിനിറ്റ് നന്നായി തിളക്കട്ടെ. തിളച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ മസാല കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ, റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യൂ. താങ്ക് യു.